ഇന്നും ഒരു ബുക്ക് റിവ്യൂ തന്നെയാണ് കേട്ടോ. നക്ഷത്രങ്ങളെ കാവൽ എന്ന് പറയുന്ന പപ്പേട്ടൻ്റെ പത്മരാജൻ്റെ നല്ലൊരു പുസ്തകം. മലയാളം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വായിക്കാൻ പറ്റിയൊരു പുസ്തകമാണ്. പത്മരാജൻ എന്ന എഴുത്തുകാരൻ്റെ ഒരു മാന്ത്രികത തന്നെയാണ് ഈ ബുക്കിലുള്ളത്. അതായത് ഇതിൽ ഓരോ കഥാപാത്രങ്ങളും മനസ്സിലങ്ങ് തങ്ങി നിൽക്കും. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ലക്ഷ്മിക്കുട്ടിയും പ്രഭുവും ശോഭയൊക്കെയാണ്. നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു കാലത്തിൻ്റെ ഭയവും ഒരു കാലത്തിൻ്റെ ചിന്താരീതികളും എല്ലാം കൂടി ചേർത്തിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. എന്താ പറയുക, കഥയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അങ്ങ് ഇല്ലാതായി പോകും ഇത് വായിച്ചു കഴിയുമ്പോൾ. കാരണം ഈ ഒരു കഥാപാത്രങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിൽ വല്ലാതെ പതിയുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു നന്നായി ആഴത്തിൽ വായിക്കുന്ന ഒരു വായനക്കാരനെ സംബന്ധിച്ച് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷവും കഥാപാത്രം ഇങ്ങനെ മനസ്സിൽ നിൽക്കും. ലക്ഷ്മിക്കുട്ടിയുടെ സങ്കടമായാലും പ്രഭുവിൻ്റെ സങ്കടമായാലും ശോഭനയുടെ സങ്കടമായാലും ഒക്കെ മനസ്സിൽ നിൽക്കും. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്, ഒരു വായനക്കാരൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ പേനയിലാണ്. കാരണം എഴുത്തുകാരൻ വരച്ച് വയ്ക്കുന്നത്, എഴുതി വയ്ക്കുന്നത്, അതിലാണ് ഒരു വായനക്കാരൻ യാഥാർത്ഥ്യം കണ്ടെത്തുന്നത്. അതിൽ പലപ്പോഴും ഒരു ജീവിതമുണ്ട്, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ബെന്യാമിൻ പറഞ്ഞ പോലെ നമുക്ക് പരിചയമല്ലാത്ത കഥകളൊക്കെ കെട്ടുകഥകളാണെന്ന് തോന്നുന്ന പോലെ നമുക്ക് ചിലപ്പോൾ തോന്നിയാൽ പോലും ഒരു തിരിച്ചറിവ് തരുന്ന ഒരു എഴുത്ത്. പത്മരാജനെ അറിയാമല്ലോ എല്ലാവർക്കും. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അദ്ദേഹത്തിൻ്റെ ചിന്താരീതികളും എല്ലാം അന്നും ഇന്നും ആളുകൾക്ക് മറക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതായത് ലക്ഷ്മിക്കുട്ടി എന്നൊരു കഥാപാത്രം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ കുറേ അവസ്ഥകളുണ്ട്. കടന്നു പോകുന്ന മനുഷ്യർ, പ്രണയം, നഷ്ടം, പിന്നെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് അവസ്ഥകളിലൂടെ ലക്ഷ്മിക്കുട്ടി കടന്നു പോകുമ്പോൾ അതിലെനിക്ക് തോന്നുന്നൊരു പെണ്ണ് എത്ര സ്ട്രോങ് ആവുന്നുണ്ട്, സാഹചര്യങ്ങളിലൂടെ അവൾ എത്രമാത്രം സ്ട്രോങ് ആവുന്നുണ്ട് എന്ന് നമ്മളെ ആ ഒരു കഥ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെയുള്ള കഥകളിൽ കാണിക്കുന്നുണ്ട്. അതായത് ലക്ഷ്മിക്കുട്ടി അവസാനം ഒറ്റയ്ക്കാവുകയാണ്. തനിക്ക് അവകാശം പോലും പറയാനില്ലാത്തൊരു കുഞ്ഞ് കയ്യിലുണ്ടെങ്കിൽ പോലും അവൾ ഒറ്റയ്ക്കാവുകയാണ്, ഒരു വലിയ തറവാട്ടിൽ ഒറ്റയ്ക്കാവുകയാണ്. അപ്പോൾ നമുക്ക് വായനയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇനി എങ്ങനെ ലക്ഷ്മിക്കുട്ടി ജീവിക്കും എന്ന് നമുക്ക് തന്നെ ഒരു ചിന്ത വരും. നമ്മൾ തന്നെ ആകെ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു പോകും. അങ്ങനെയാണ് ആ ഒരു എഴുത്ത് പോയിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ കുട്ടികളെ നമ്മൾ വളർത്തുന്ന രീതിയിലാണ്, അവർ കുഞ്ഞിലെ കാണുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് ഒരാളുടെ വ്യക്തിത്വം ഉണ്ടാകുന്നത്, അയാളുടെ ശരി ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ പ്രഭു, എനിക്ക് ആദ്യമേ പ്രഭു എന്ന ഒരു കഥാപാത്രത്തോട് ദേഷ്യമാണ് തോന്നിയത്. കാരണം സാഹചര്യങ്ങളല്ല, വളരെ മോശമായൊരു സാഹചര്യത്തിൽ, പെണ്ണിനൊരു വിലയും കൊടുക്കാതെ വളരെ മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന പ്രഭു. പക്ഷേ അവസാനം ആകുമ്പോഴത്തേനും പ്രഭുവിനോടുള്ള ദേഷ്യം അങ്ങ് ഇല്ലാതായി. പ്രഭുവിൻ്റെ പശ്ചാത്താപം കാണുമ്പോൾ, അതുപോലെ തന്നെ എന്താ പറയുക, പ്രഭുവിൻ്റെ സാഹചര്യങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് പ്രഭു ഇങ്ങനെയായി എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും പ്രഭുവിനോട് തോന്നിയ ദേഷ്യം ഇല്ലാതങ്ങായി. അവസാനം എന്താ പറയുക, അതൊരു സഹതാപമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, സഹതാപത്തിനും അപ്പുറമുള്ളൊരവസ്ഥയിലേക്കാണ് അവസാനം എത്തുന്നത്. പിന്നെ പ്രഭു എന്ന് പറയുന്ന ഒരു വ്യക്തി ശോഭയ്ക്കും ലക്ഷ്മിക്കുട്ടിക്കും രണ്ട് പേരിലും ചുറ്റിക്കറങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് പിന്നെ മാറുന്നു. അവസാനം സ്വന്തം പശ്ചാത്താപത്തിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ മരണത്തിലേക്ക് പോകുന്നു. കഥ മുഴുവനായെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മളെ ഒരുപാടൊന്ന് ചിന്തിപ്പിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ബുക്ക് അവസാനിപ്പിക്കുന്നത്. അവസാനം ഈ ബുക്ക് വായിച്ചതിന് ശേഷം നമുക്ക് ഇവരോരോരുത്തരും നമ്മുടെ മനസ്സിലൂടെ വീണ്ടും വീണ്ടും കടന്നുപോയിക്കൊണ്ടിരിക്കും. പ്രഭുവിൻ്റെ സാഹചര്യമായാലും ലക്ഷ്മിക്കുട്ടിയുടെ സാഹചര്യമായാലും ശോഭയുടെ സാഹചര്യങ്ങളായാലും അവളുടെ മനസ്സായാലും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും കടന്നു പോകും. അതായത് അവസാനം ഇങ്ങനെ ഒരു ചോദ്യമാണ്, ലക്ഷ്മിക്കുട്ടിക്ക് ഇനി എന്താ ബാക്കി, അവൾ ഒറ്റയ്ക്കായി പോയില്ലേ, ഇനി എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് പോകും. നമുക്ക് ലക്ഷ്മിക്കുട്ടി ഒരു കഥാപാത്രമായിട്ട് പത്മരാജൻ സൃഷ്ടിച്ചൊരു കഥാപാത്രമായി തോന്നുന്നതേയില്ല. അവസാനവും നമ്മൾ അവളെക്കുറിച്ച് ഓർത്തു പോകുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. ഞാനത് രണ്ടാമത്തെ തവണയാണ് വായിക്കുന്നത്. പക്ഷെ ആദ്യത്തെ തവണ വായിച്ചപ്പോൾ കണ്ടിട്ടില്ലാത്ത എന്തൊക്കെയോ ഞാൻ കണ്ടതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ മലയാളം പുസ്തകം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വായിക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകമാണ് പത്മരാജൻ്റെ നക്ഷത്രങ്ങളെ കാവൽ.
വായിക്കണം എന്ന് ഞാൻ പറയുകയാണ്. താങ്ക് യു.